blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കൊല്ലത്ത് നിന്ന് രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ നവി മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു കുടുംബം കൂടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ രണ്ട് കുടുംബത്തിനും അതിനുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള രാജേന്ദ്ര പ്രസാദിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ അനിതയുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യമുണ്ടാകട്ടെ. തങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗം സമയത്ത് തന്നെ അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ ശബരിനാഥിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല രീതിയിൽ അത് പാസ്സാകാൻ കർത്താവ് കൃപ ചെയ്യണമേ. അവരുടെ മകൾ ശരണ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കർത്താവ് മകളുടെ ബർത്ത്ഡേ ആണല്ലോ. കർത്താവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിപ്പോൾ ശരണ്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മെയിൽ എഴുതുവാനുള്ള ആ എൻട്രൻസ് ടെസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യുവാനും നല്ല രീതിയിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ. ശരണ്യ, ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് മോളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വെൽവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും കർത്താവ് അവരെ വിടുവിക്കണമേ. കർത്താവ്, പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. തൻ്റെ ഭർത്താവിൻ്റെ കർത്താവ് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിപ്രഷനിൽ നിന്നും കർത്താവ് അവരെ വിടുവിക്കണമേ. ഒരു നല്ല കുടുംബജീവിതം കൊടുത്തു മാനിക്കണം. തൻ്റെ മകന് കർത്താവ് ഒരു നല്ല വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അങ്ങയുടെ കരം ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്ന് കോതമംഗലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്നിട്ടുള്ള ദൈവിക സന്ദേശത്തിൻ്റെ ഇന്നലെ കണ്ടതിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം കണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. അതുകൊണ്ട് സഖര്യാവിനോട് പറഞ്ഞു, ചുപ് രഹോ, നീ മിണ്ടരുത്. യോഹന്ന, ഞാൻ പറഞ്ഞ പൈതൽ വാഗ്ദാനം വെളിയിൽ വരുന്നത് വരെ മിണ്ടരുത്. വായടച്ചു. പക്ഷെ ദൈവം വാക്ക് മാറാത്തവനാണ്. ഗോഡ് വിൽ നെവർ ചേഞ്ച് ഹിസ് വേർഡ്. അവിശ്വസിച്ചിട്ടും ദൈവം പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും. കാരണം പറഞ്ഞുപോയി. രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. തിരുവായും ഒഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചെയ്തില്ലെങ്കിൽ അത് രാജത്വത്തിന് കേടാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, രാജാവ് പറഞ്ഞുപോയി. ചിലപ്പോൾ സ്വന്തം മോളായിരിക്കും, പക്ഷെ കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. പറഞ്ഞുപോയി. നമ്മുടെ ദൈവം രാജാവല്ല, രാജാധിരാജാവാണ്. സകല രാജാക്കന്മാരുടെ മേലുള്ള രാജാവാണ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അതുകൊണ്ട് അവൻ ഒരിക്കലും വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് സമയത്ത് പ്രായം ചെന്ന് എലിസബത്ത് പ്രസവിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് അവന് സഖര്യാവെന്ന് പേരിടാൻ തീരുമാനിച്ചു. കാരണം അപ്പൻ്റെ പേരതല്ലേ. എപ്പോഴും അന്നത്തെ കാലത്ത് യഹൂദന്മാർക്കൊരു രീതിയുള്ളത്, ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടത് തന്നെ പേരിടുകയുള്ളൂ. സഖര്യാവെന്ന് പേരിടാൻ ശ്രമിച്ചപ്പോൾ എലിസബത്ത് നോ 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 അവന് യോഹന്നാൻ എന്ന് പേരിടണം.
ഉടനെ എല്ലാവരും കൂടെ ഈ കംപ്ലൈൻറ്റുമായി തർക്കവുമായിട്ട് അപ്പൻ്റെ അടുത്ത് ചെന്നു. സഖര്യാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്താ വിളിക്കണ്ടേ? സഖര്യാവ് സ്ലേറ്റ് തരാൻ പറഞ്ഞു. സഖര്യാവ് എഴുതി കാണിച്ചു. അവൻ്റെ പേര് യോഹന്നാൻ എന്നെഴുതുകയല്ല, അവൻ്റെ വായ് തുറന്നു. വായ് തുറന്ന ശേഷം തൻ്റെ വായിൽ നിന്നും പിന്നെ പുറത്തേക്ക് വന്നത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശക്തിയേറിയൊരു പ്രഭാഷണം, ശക്തിയേറിയൊരു പ്രവചനം, ശക്തിയേറിയൊരു സങ്കീർത്തനമാണ് വെളിയിലേക്ക് വന്നത്. കാരണം ഇന്ന് അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടവനാ. സംശയം ഇല്ല. സംശയം മുഴുവൻ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഇനി അവിശ്വസിക്കാൻ വകുപ്പില്ല. ഇനി ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. അവന്റെ അപ്പനായ സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇപ്രകാരം പ്രവചിച്ചു. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാമോ? എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊന്ന് സ്തുതിക്കാൻ തുടങ്ങാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊന്ന് പ്രവചിക്കാൻ തുടങ്ങാമോ? നിന്റെ ഭാവിയെ ഓർത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ഏറ്റവും പ്രയാസമുള്ള വിഷയത്തെ നോക്കി, നിന്റെ മുൻപിലുള്ള ഒരു മലയുണ്ടല്ലോ, ആ മലയെ നോക്കി ഒന്ന് പ്രവചിക്കാമോ? ആത്മാവിൽ ചിലത് സംഭവിക്കും. നിന്നെയും ദൈവം ഒരു പ്രവാചകനാക്കി, പ്രവാചകിയാക്കി മാറ്റുകയാണ്. ആത്മാവിൽ നിറഞ്ഞ് പറയുന്നത് പ്രവചനമാ. പറഞ്ഞോ, മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറ, ഇല്ല, അതെൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. എന്നെ എതിർക്കുന്ന ഒരു ശത്രുവും എൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. എൻ്റെ മുമ്പിൽ ഒരു മല നിൽക്കുകയില്ല. കാരണം എൻ്റെ മുൻപാകെ പർവ്വതങ്ങളെ കാൽ കൊണ്ട് ചവിട്ടുമ്പോൾ അതിനെ ധൂളിയാക്കുന്ന ഒരു ദൈവം പോകുന്നുണ്ട്. എൻ്റെ മുമ്പിൽ വഴി തുറക്കുവാൻ എൻ്റെ മുമ്പിൽ എൻ്റെ പിതാവ്, എൻ്റെ ഡാഡി, എൻ്റെ ഹെവൻലി ഡാഡ് എൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. പ്രവചിക്കാൻ തുടങ്ങുക. സഖര്യാവ് ആത്മാവിൽ നിറഞ്ഞ ഒരു വലിയ പ്രവചനം നടത്തി. 68-ാമത്തെ വചനം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധരിച്ചിരിക്കുന്നുവല്ലോ. അവിടുന്ന് തൻ്റെ ജനത്തെ, ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ദൂത്. ഞാൻ എൻ്റെ ബൈബിളിൽ അത് കട്ടിയായി മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ ഈ ദൂതുകൾ ഇവിടെ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന, എഴുതിക്കൊണ്ടുവന്ന പ്രസംഗക്കുറിപ്പല്ല ഇത്. പരിശുദ്ധാത്മാവ് ഈ സ്റ്റേജിൽ വെച്ച് എൻ്റെ ഉള്ളിൽ തന്ന പ്രവചനത്തിൻ്റെ ദൂതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് എ പേഴ്സണൽ പ്രൊഫസി ഫോർ എവ്രി വൺ സിറ്റിംഗ് ഹിയർ. കർത്താവ് പറയുന്നത്, ദൈവം, ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച്, ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ, ഹി ഹാസ് കം ടു ഹിസ് പീപ്പിൾ ആൻഡ് റെഡീംഡ് ദം. ഇസ്രായേലിൻ്റെ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ നോക്ക്, എല്ലാവരും ഇവിടെ നോക്ക്, കണ്ണട ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരിച്ച് കൊണ്ടുവന്ന് തരുന്നവൻ്റെ പേരാണ് വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, എനിക്കൊരു ചേട്ടനില്ല, എനിക്കൊരു അപ്പനില്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു ആണായിട്ട് തൂണായിട്ട് എൻ്റെ വീട്ടിൽ ആരുമില്ലെന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. തെറ്റാണ്, തെറ്റാണ്. നിനക്ക് വേണ്ടി നിന്റെ നഷ്ടപ്പെട്ടു പോയ, കേടുവന്ന എവിടെയെങ്കിലും ഒരു വീണ്ടെടുപ്പ്, ഒരു റിഡംഷൻ നടത്തണമെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പേരുള്ള മഹാദൈവം നിനക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. അവൻ മരിച്ചിട്ടില്ല, എന്നും എന്നേക്കും രാജാവായി തൻ്റെ സ്വർഗത്തിൽ സിംഹാസനത്തിൽ അവൻ വാഴുകയാണ്. ഞാനിന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. നഷ്ടപ്പെട്ടത് എന്തായാലും ഇരട്ടിയായി മടക്കി തരുവാൻ കഴിവുള്ള, സാധ്യതയുള്ള, പ്രാപ്തിയുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ വാഴുന്നുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ രാജാവിന് ഒരു ജയ് വിളിക്ക്, ഒരു കൈയടിച്ചൊരു ഹാലലുയെങ്കിലും പറയ്. ഉറക്കെ ശബ്ദം പോരാ, ശബ്ദം പോരാ. രാജകീയ കോലാഹലത്തോടുകൂടെ ഈ ദൈവത്തെ ഒന്ന് വാഴ്ത്താമെങ്കിൽ നിന്റെ വിടുതലുകൾ വളരെ സമീപത്താണ്. അത് വൈകില്ല. നോ. ഹല്ലേലൂയ. ഇനി വേദോസ്തം നോക്കി വെറുതെ സഖര്യാവ് പ്രസംഗിക്കുമല്ല.
അനുഭവിച്ചിട്ടാണ് പറയുന്നത്. സഖര്യാവിൻ്റെ ജീവിതത്തിൽ പതിറ്റാണ്ടുകൾ മക്കളില്ലാത്ത വിഷയത്തിൽ വേദന അനുഭവിച്ച ശേഷം, വേദനയുടെ കാഠിന്യത്തിലൂടെ പോയ ശേഷം തൻ്റെ നിലവിളിക്ക് ഉത്തരം കിട്ടി കുഞ്ഞിന് പേരിടുന്ന കർമ്മവും കൂടി കഴിഞ്ഞ ശേഷമാണ് താനിത് പ്രവചിക്കുന്നത്. ചുമ്മാ പ്രസംഗമല്ലെന്ന്, പൊള്ളയായ പ്രസംഗമല്ല. അനുഭവിച്ചിട്ട് അനുഭവത്തിൻ്റെ നട്ടലോടുകൂടെ സകല തലമുറകളോടും ഈ യോഹന്നാൻ്റെ പിതാവ് സഖര്യാവ് വിളിച്ചു പറയുകയാണ്, എല്ലാവർക്കും ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരികെ തരും, സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരികെ തരും, ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരികെ തരും, സമ്പത്ത്, ബിസിനസ് എന്ത് നഷ്ടപ്പെട്ടാലും തിരികെ തരാൻ, ചുമ്മാ തിരികെ തരികയല്ല, പല മടങ്ങായി. പറയേ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പല മടങ്ങായി തിരികെ തരുവാൻ ഞാൻ സേവിക്കുന്ന സഖര്യാവ് സേവിച്ച, നിങ്ങൾ സേവിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിന് മനസ്സുണ്ട്. അവൻ നിനക്ക് വേണ്ടി അത് ചെയ്ത് തരും. എവിടെ രാജകീയ കോലാഹലം? എവിടെ? കർത്താവിനൊന്ന് കൈകളടിച്ച് സ്തുതിക്കാൻ തുടങ്ങിയ, കർത്താവിൽ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും പ്രത്യാശിക്കുകയും കർത്താവിനെക്കുറിച്ച് വലുത് പറയുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ദൈവം താൻ മഹാനെന്ന് വെളിപ്പെടുത്തുന്നത്. വലതുകരം വീശി ഹല്ലേലൂയ പറയാം. പോരാ പോരാ പോരാ, ഹല്ലേലൂയ. കുറച്ചുകൂടെ ഉറക്കെ ഹല്ലേലൂയ. താൻ പറഞ്ഞ പ്രവചനത്തിൽ ഒന്നെന്താണ്? ഒരു വീണ്ടെടുപ്പുണ്ട്. കൈ ഉയർത്തി പറയാം, എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. പല പ്രാവശ്യം പറയൂ. എന്ത് നഷ്ടപ്പെട്ടാലും അതിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, എന്തും വീണ്ടെടുക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അടുത്ത വചനം വായിക്കാം. പണ്ടേ തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ അവിടുന്ന് തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പുയർത്തിയിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് തന്നെ. അവിടെ he has raised up a horn of salvation എന്ന് എഴുതിയിട്ടുണ്ട്. രക്ഷയുടെ കൊമ്പ്. സ്വന്തം വേദപുസ്തകമാണെങ്കിൽ അത് അടിവരയിടുന്നത് നല്ലതാണ്. രക്ഷയുടെ കൊമ്പ്. ഇതെന്താണെന്നൊന്ന് പറഞ്ഞോട്ടെ. രക്ഷയുടെ കൊമ്പ്. പണ്ടൊക്കെ ആരെങ്കിലും ഒരാളെ കൊല്ലുവാൻ വേണ്ടി ഓടിച്ചിട്ടാൽ, എല്ലാം പറയാൻ സമയമില്ല, ദേവാലയത്തിനകത്തേക്ക് എന്ന യാഗപീഠത്തിൻ്റെ 4 വശത്തും കൊമ്പ് പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമേൽ കയറി പിടിക്കും. അതുമേൽ കയറി പിടിച്ചാൽ പിന്നെ ആരും തൊടാൻ പാടില്ല. അയാളെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല. പഴയ നിയമത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ സംഭവിക്കാനുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, സൈൻ, ടൈപ്പ്, ഒരു മാതൃകയാണ്, ഒരു നിഴലാണ്. ഈ രക്ഷയുടെ കൊമ്പ് കാണിക്കുന്നത് യേശുവിനെയാണ്. ആരെങ്കിലും ഓടി യേശു എന്ന രക്ഷയുടെ കൊമ്പിന്മേൽ കയറി പിടിച്ചാൽ പിന്നെ ആർക്കും അവനെ നശിപ്പിക്കുവാനോ തോണ്ടാനോ മാന്താനോ ചൊറിയാനോ സാധ്യമല്ല. അവൻ രക്ഷയുടെ പാറയാണ്. ആ പാറയ്ക്കകത്ത് ബലവാനായ ദൈവത്തിനകത്ത് അവൻ സങ്കേതമാക്കി ഒളിച്ചിരിക്കുകയാണ്. ഒരാൾക്കും പിന്നെ നിന്നെ തൊടാൻ സാധ്യമല്ല. ഹലോ 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 ഹലോ, ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ ഭീഷണികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. എത്രയോ പലതൊന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ തൊടാൻ സാധ്യമല്ല. കാരണം ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് രക്ഷയുടെ കൊമ്പായ യേശുവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ താഴേക്ക് 7 വരെയൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ആർക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. ബിക്കോസ് ഗോഡ് ഹിംസെൽഫ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ. ദൈവം നിന്റെ സംരക്ഷണമാണ്. ഹല്ലേലൂയ. കാവൽ ഭടന്മാർ ഒന്നും കൂടെ ഇല്ലെങ്കിലും ദൈവം നിനക്കൊരു ദോഷവും വരുത്തിയില്ല. നിങ്ങൾക്കൊരു ബോഡി ഗാർഡില്ലായിരിക്കാം, പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം തന്നെ നിന്റെ ബോഡി ഗാർഡ്. ഹല്ലേലൂയ. കാരണം അവൻ നിന്റെ രക്ഷയുടെ കൊമ്പാണ്.
രക്ഷയുടെ കൊമ്പ് എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ കയറി പിടിച്ചാൽ ഇന്നും എന്നേക്കും രക്ഷ നിന്റെ സ്വന്തമായിരിക്കും. അങ്ങനെ കയറി പിടിച്ചിട്ടുള്ളവരുടെ കൈ ഒന്ന് കാണട്ടെ. യേശു എന്ന രക്ഷയുടെ കൊമ്പിന്മേൽ കയറി പിടിച്ചിട്ടുള്ളവർ. പല കൊമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ കൊമ്പ് മതി. യേശു എന്ന രക്ഷയുടെ കൊമ്പ്. ഹല്ലേലൂയ. ഈ സിസ്റ്റർ പേര് ഷീജ. 2006 ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. 2006 വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് കുട്ടികളില്ലാതെ വന്നു. 2006 വിവാഹം കഴിഞ്ഞത്. 2011 വരെ അവർക്ക് കുട്ടികളില്ലായിരുന്നു. MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളില്ലാതിരുന്ന സമയത്ത് ഒത്തിരി കളിയാക്കി, ഒത്തിരി വഴക്കുകളൊക്കെ പറഞ്ഞു, മച്ചി എന്നൊക്കെ വിളിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവരെ വളരെ വിഷമത്തോടെ അവർക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അവരെ ഇറക്കി വിട്ടു. ആ ഒരു സമയത്താണ് കഴിഞ്ഞ 2011 ഫെബ്രുവരി മാസം ഒരു ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. ആ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു ദിവസം ബ്രദർ ഡാമിയൻ TV പ്രോഗ്രാമിലൂടെ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പോകുന്നു. ഈ സഹോദരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അതിനു മുൻപ് ആ 5 വർഷത്തിനിടയിൽ ചില സമയങ്ങളിൽ ഇവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ തൻ്റെ ഭർത്താവിന് കൗണ്ട് കുറവായതുകൊണ്ടാണ് ഇതുപോലെ കുട്ടികളില്ലാതിരിക്കുന്നത്. അതിന് മരുന്നെടുക്കണം എന്ന് പറഞ്ഞു. ഭർത്താവ് മരുന്ന് കഴിച്ചില്ല. വേറൊരു ഓപ്ഷൻ ഡോക്ടർ പറഞ്ഞു, ഈ സഹോദരിയോട് 25 കിലോ തൂക്കം കുറച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു, കുട്ടികളുണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞിരുന്ന സമയത്താണ് ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുകയും ബ്രദർ ഡാമിയൻ TVയിലൂടെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. ഇത് അവർ കേൾക്കുന്നത് ഫെബ്രുവരി മാസമാണെങ്കിൽ മാർച്ച് മാസം ഈ സഹോദരി ആദ്യമായി ജീവിതത്തിൽ പ്രഗ്നൻ്റായി. അതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ നല്ല രീതിയിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. കുഞ്ഞ് ജനിക്കുന്നതിന് കുറച്ച് മുൻപ് ജനിക്കാൻ കുറച്ച് താമസം നേരിട്ടത് കൊണ്ട് ഈ കുഞ്ഞ് മൂക്കിലൂടെ ഫ്ലൂയിഡ് വലിച്ചു. കുഞ്ഞ് വളരെയധികം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലായി. ഇവിടെ കോളഞ്ചേരി തന്നെയുള്ള ബെസേലിയസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ തന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടിയുടെ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ല, കുട്ടി മരിക്കും. അതിനുശേഷം ഇവർ ചെയ്ത് നേരെ മെഡിക്കൽ ട്രസ്റ്റ്, എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ സഹോദരി ചെയ്തത് നമ്മുടെ എറണാകുളത്തുള്ള പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് വളരെ വേഗത്തിൽ തന്നെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ നോർമലായി. കർത്താവ് അത്ഭുതകരമായ കുഞ്ഞിനെ തിരികെ കൊടുത്തു. അത് മാത്രമല്ല ആരോഗ്യത്തോടു കൂടി ആ കുഞ്ഞ് ഇന്നും അവരോട് കൂടെ ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ 5-6 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം കുഞ്ഞാണ്. ഇപ്പോൾ 2.25 വയസ്സായി കുട്ടിക്ക്. 2.5 വർഷമായിട്ടാണ് ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. പ്രാർത്ഥിച്ച് അടുത്ത മാസം തന്നെ പ്രഗ്നൻ്റ് ആയി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കുഞ്ഞിനെ നൽകുന്നത്, മക്കളെ നൽകുന്നത് യഹോവയുടെ ദാനം എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ജീവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ജീവശാസ്ത്രത്തിൻ്റെ ഒരു ക്രിയ കൊണ്ട്, ഒരു പ്രവർത്തനം കൊണ്ട് നടക്കുന്നെന്ന് മാത്രം ശാസ്ത്രം പറയുമ്പോൾ സത്യത്തിൽ അത് ദൈവം നൽകുന്ന ദാനമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളിൽ പോലും ദൈവം അവരോട് കനിഞ്ഞ് ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സാക്ഷ്യങ്ങൾ തന്നെ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞുങ്ങളില്ലാതെ വന്നിട്ടുള്ളവർക്ക് വലിയ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. അടുത്ത വർഷത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളിൽ പലരും കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ. കുഞ്ഞിന് എന്താണ് പേരിട്ടിരിക്കുന്നത്? ബേസിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മാതാവിനെ കൂടെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇനി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും, വിശ്വാസത്തോടുകൂടെ ഏതൊരു കാര്യം കർത്താവിനോട് യാചിച്ചാലും അതിൻ്റെ ഉത്തരം യെസ് എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ അസാധ്യമായൊരു കാര്യമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും
ദൈവത്തിനത് സാധ്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ. ഷുഗർ, പ്രമേഹത്തിൻ്റെ അസുഖമുള്ള ചില വ്യക്തികൾ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. ആ ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവുകയാണ്. സിങ്കിങ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഓക്സിജൻ മാസ്കും എല്ലാം വെച്ചിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ആ ഹോസ്പിറ്റലിനകത്ത് ICUവിനകത്ത് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തി വെളിയിൽ വരികയാണ്. ആ വ്യക്തിയെ ചൊല്ലി വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഞാനിപ്പോൾ കാണുന്നു. നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് കണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ശോഭ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് കണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യുകയാണെന്ന് കർത്താവ് പറയുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ശ്വാസമെടുക്കാൻ തടസ്സപ്പെടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ ഇതാ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ലഭിക്കാതിരുന്ന ചിലരെ കർത്താവിനെ കാണിക്കുകയാണ്. നല്ലൊരു റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ ഇനി പഠിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന രീതിയിൽ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന ചില വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും കാണുന്നു. കർത്താവേ, ഒരു അത്ഭുതം അവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. ഒരു വർഷം നഷ്ടമാകാതെ തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങ് ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതമായി അത് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള കോഴ്സിലേക്ക് പങ്കെടുക്കാൻ കർത്താവ് ഇവർക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ജോലി സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ, വല്ലാത്ത പ്രഷർ, അത് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ജോലിക്ക് പോകാൻ നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയാണ്. അത്തരം ചില ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിതാ പരിഹരിക്കപ്പെടുകയാണ്. മനുഷ്യർ നോക്കിയിട്ട് പരിഹരിക്കാൻ സാധ്യമാകാതിരുന്നത് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് യേശു കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നത്തിൻ്റെ മേൽ അങ്ങയുടെ പരിഹാരത്തെ അങ്ങ് കൽപ്പിച്ചു കഴിഞ്ഞതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ക്യാൻസറുകൾ, ചില മോണരോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുന്നു. മോണയിലുള്ള പഴുപ്പ്, മോണയിൽ നിന്ന് രക്തം വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത്തരം മോണയ്ക്കകത്തുള്ള ചില അസുഖങ്ങൾ കൂടെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, എല്ലാ രോഗികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഇവരുടെ ശരീരം ഇപ്പോൾ തന്നെ പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കൊട്ടാരക്കരയാണ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഉള്ളത്. ആരും വരാനായിട്ട് മറക്കരുത്. വലിയ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ അവിടെ വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദയവായി കൊട്ടാരക്കരയിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് വരിക, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. പിറ്റേ ദിവസം, അതായത് ഈ ശനിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന കോട്ടയത്ത് നടക്കുന്ന മീറ്റിങ്ങിലേക്കും എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്ന് ആശിഷമാരി എന്ന് പറയുന്ന പുസ്തകം, ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യപ്പെടാൻ സാധിക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു സജഷൻ ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അതായത് നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം വേണം. എൻ്റെ വ്യക്തിത്വത്തിന്, എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരു വ്യത്യാസം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് ആശിഷമാരി. അതുകൊണ്ട് ഇത് ആവശ്യപ്പെടാനായിട്ട് മറക്കരുത്. ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഇത് ആവശ്യപ്പെടുക. വളരെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കിതിലൂടെ വായിച്ച് പ്രാപിക്കാൻ സാധിക്കും. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: കൊളോസിയയിൽ ഉണ്ടായിരുന്ന
ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകൻ. Who was the faithful minister in Colossae? Options: A. Epaphras, B. Paulus, C. Timotheus, D. Aristarchus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.